ഈ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് മെഡിസിൻസ് ഇൻ കെമിസ്ട്രി ആണ്. മെഡിസിൻസ് ഇൻ കെമിസ്ട്രി എന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലൊരു സംശയം ഉണ്ടാവും, ഈ കെമിസ്ട്രിക്കാരൻ എന്തിനാ മെഡിസിൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്? അതായത് മെഡിസിൻസ് ഒക്കെ ഡോക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമല്ലേ? ആ സംശയം തീർത്തതിന് ശേഷം ഞാൻ ഈ ചാപ്റ്ററിലേക്ക് പോകാം. നമുക്ക് സാധാരണ പനി വന്നാൽ നമ്മൾ മരുന്ന് കഴിക്കാറുണ്ട് അല്ലേ? പനി വന്നാൽ നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ വരക്കാൻ പോകുന്നത്. ഇതാണ് നമ്മൾ സാധാരണ പനി വന്നാൽ കഴിക്കുന്ന മരുന്നിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, നിങ്ങൾ നോക്ക്, ഈ സ്ട്രക്ചർ കെമിസ്ട്രി പഠിക്കുന്ന സാധനമല്ലടോ. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? പനി വന്നാൽ നമ്മൾ സാധാരണ മരുന്ന് കഴിക്കാറ് ഇതിൻ്റെ പേരാണ് വി കോളിറ്റാസ് എന്താണെന്നറിയാം, പാരസെറ്റമോൾ എന്നാണ് പറയുക. അപ്പം നിങ്ങൾ നോക്ക്, ഈ പാരസെറ്റമോൾ ഒരു കെമിക്കലല്ലേ? നാം മനസ്സിലാക്കിക്കോ, നമ്മൾ കഴിക്കുന്ന മെഡിസിൻ്റെ 90% കൂടുതലും എല്ലാം എന്ത് തന്നെയാണ്? കെമിക്കൽസ് തന്നെയാണ്. പല തരത്തിലും നമ്മുടെ മെഡിസിൻസ് നമ്മളെ ബോഡിയിലേക്ക് നമ്മൾ എത്താറുണ്ട് അല്ലേ? ചിലപ്പോൾ സ്വാലോയിങ്, നമ്മൾ മരുന്നുകൾ വിഴുങ്ങാറുണ്ട്. ചിലപ്പോൾ ഇഞ്ചക്റ്റിംഗ് ആണ്, ചിലപ്പോൾ സ്മോക്കിംഗ് ആണ്, ചിലപ്പോൾ അപ്ലൈങ് ഓൺ സ്കിന്നൊക്കെ ചെയ്യാറുണ്ട്. അതിൽ സ്വാലോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വയറ്റിലെത്തിക്കഴിഞ്ഞാൽ അത് വിഘടിച്ചിട്ട് അത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് കയറും. ഇഞ്ചക്ട് ചെയ്യുമ്പോൾ നേരിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് കയറും. അങ്ങനെയാകുമ്പോൾ സ്വാലോ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ബ്ലഡ് സ്ട്രീമിലെത്താൻ. ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് കയറും. നിങ്ങൾക്കറിയാം, ഈ ബ്ലഡ് സ്ട്രീം അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിൻ്റെ പ്രത്യേകത, ദേ ആർ ഇൻ്റർ കണക്റ്റഡ്. അത് നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗമായിട്ടും എന്താണ്? കണക്റ്റഡ് ആണ്. അങ്ങനെയാകുമ്പോൾ ഈ വയറ്റിലുള്ള ഈ മരുന്ന് ഈ ബ്ലഡ് സ്ട്രീമിൽ കയറി കഴിഞ്ഞാൽ ബോഡിയുടെ എല്ലാ ഭാഗത്തും ഈ മരുന്ന് എത്തിച്ചേരും. അപ്പോൾ എവിടെയാണോ ആ മരുന്നിൻ്റെ ആവശ്യകത, ആ സ്ഥാനത്തേക്ക് നിങ്ങൾ കഴിക്കുന്ന മരുന്ന് എത്തിച്ചേരും. ഓക്കെ, എന്നിട്ട് വ്യത്യസ്ത മരുന്നുകൾ വ്യത്യസ്ത തരത്തിലാണ് നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കുക. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ ബോഡിയിൽ ഒരു മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ഒരു ജേംസ് കയറി കൂടിയിട്ടുണ്ട്, അതാണ് നമ്മുടെ രോഗത്തിന് കാരണമെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഈ മരുന്ന് പോയിട്ട് ഈ മൈക്രോ ഓർഗാനിസിനെ ഒന്നുകിൽ കൊല്ലുകയോ അതിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുകയോ ചെയ്യും. അങ്ങനെ ചില മരുന്നുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ചിലപ്പോൾ നമുക്ക് കാലോ കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ വേദന സംഹാരികൾ കഴിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും ഈ വേദന നമുക്ക് അറിയാനുള്ള കാരണം, കാൽ മുറിഞ്ഞാൽ ആ കാലിൽ നിന്നും ഈ മെസ്സേജുകൾ ബ്രെയിനിലെത്തുമ്പോഴാണ് നമുക്ക് വേദന അറിയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ വേദന സംഹാരി കഴിക്കുമ്പോൾ എന്താ ചെയ്യുമെന്ന് അറിയാം. അതായത് ഈ പറഞ്ഞിരിക്കുന്ന മെസ്സേജുകളെ ബ്ലോക്ക് ചെയ്യും. ആര്? ഈ കഴിക്കുന്ന വേദന സംഹാരികളായിട്ടുള്ള മരുന്നുകൾ ഈ മെസ്സേജുകളെ ബ്ലോക്ക് ചെയ്യും. ഈ മെസ്സേജുകളെ ബ്ലോക്ക് ചെയ്താൽ പിന്നെ നമുക്ക് വേദന അറിയില്ല. ഇനി ചിലപ്പോൾ ക്യാൻസറിനൊക്കെ ഉള്ള മരുന്നാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഈ മരുന്നുകൾ ക്യാൻസർ സെല്ലിൽ എത്തിയിട്ട് ആ ക്യാൻസർ സെല്ലിൻ്റെ ഗ്രോത്തുകളെയൊക്കെ തടയും. ഇങ്ങനെ വ്യത്യസ്ത ആക്ടിവിറ്റീസാണ് വ്യത്യസ്ത മരുന്നുകൾ നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് വ്യത്യസ്ത മരുന്നുകളെ പറ്റിയും അവയുടെ ആക്ഷനെ പറ്റിയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് എന്താണ് ഡ്രഗ്സ് നോക്കാം. അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏത് കെമിക്കൽസും ഏത് വസ്തുവിനാണ് നമ്മൾ ഡ്രഗ് എന്നാ പറയാം. അപ്പം നമുക്ക് അറിയാം, മയക്കുമരുന്ന് നമ്മുടെ ബോഡിയിലെത്തി അല്ലെ കഞ്ചാവ് കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡിയിൽ ചില റെസ്പോൺസുകൾ ഉണ്ടാവുമല്ലോ. അപ്പം അതും ഡ്രഗ്സ് തന്നെയാണ്. അതേസമയം നമ്മളൊരു പാരസെറ്റമോളോ അല്ലെങ്കിൽ ആസ്പിരിനോ അല്ല ആൻറ്റിബയോട്ടിക്കോ കഴിച്ചു കഴിഞ്ഞാൽ അതും നമ്മളെ ബോഡിയിൽ റെസ്പോൺസ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോഡിയിൽ റെസ്പോൺസ് ഉണ്ടാക്കാൻ കഴിയുന്ന ലോ മോളിക്കുലർ വെയിറ്റ് ആയിട്ടുള്ള കെമിക്കൽസിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് വി കോൾഡ് ആസ് ഡ്രഗ്സ് എന്ന് പറയാം. Therefore, drugs is a low molecular weight chemicals. When it is absorbed by the body, it will produces biological response. Okay. ഇനി എപ്പോഴാണ് ഈ ഡ്രഗ്സ് ഒരു മെഡിസിൻ ആവുക അല്ലെങ്കിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗായിട്ട് മാറുക? ഡ്രഗ്സ് എപ്പോഴാണ് ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗായി മാറുക എന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ മരുന്ന് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഉപകാരത്തിന് വേണ്ടിയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതൊരു മെഡിസിൻ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ ഉപകാരങ്ങൾ? ചിലപ്പം അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യൂർ ചെയ്യാൻ, റിലീവ് ദി പെയിൻ, വേദനയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ, ഡയഗ്നോസ് ഡിസീസസ് ഓർ ഇൻക്രീസ് ദി ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഫിറ്റ്നസ്സിനൊക്കെ വേണ്ടി എന്തെങ്കിലും നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതെങ്കിൽ വി കോൾ ഇറ്റ് ആസ് മെഡിസിൻ എന്ന് പറയുന്നു. അതേസമയം ഈ പറഞ്ഞ കഞ്ചാവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിക്ക് ഒരു ഉപകാരം ഇല്ലാത്തതാണ്. പക്ഷേ അതിൻ്റെ വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിൽ ഉപകാരപ്പെടാം. അത് വേറെ തരത്തിലാക്കി മാറ്റിയാൽ മാത്രമേ, ഡയറക്റ്റായിട്ട് കഴിച്ചാൽ ഉപകാരപ്പെടാത്തതാണ്. അത് ചുമ്മാ ഡ്രഗിലേ പെടുള്ളൂ. അതേസമയം
ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് മെഡിസിൻസ് എന്നാ പറയാം. Therefore, these are the chemicals used to treat, cure, relieve the pain, diagnose diseases, രോഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, or to increase the physical and mental fitness is known as pharmaceutical drugs or medicines എന്ന് പറയും. നമ്മൾ സാധാരണ കേൾക്കുന്നൊരു ടേമാണ് എന്തോന്ന്, കീമോതെറാപ്പി അല്ലേ. എന്താ ഈ കീമോതെറാപ്പി എന്നുള്ള എന്താ, യൂസ് ഓഫ് കെമിക്കൽസ് ടു ട്രീറ്റ് ഡിസീസസ്. അതായത് കീമോ എന്ന വാക്കിൻ്റെ അർത്ഥം കെമിക്കൽസ് ആണ്, തെറാപ്പി മീൻസ് ട്രീറ്റ്മെൻ്റ് ആണ്. കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് രോഗം ട്രീറ്റ് ചെയ്യുക, അതിനെ ജനറലി പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് കീമോ തെറാപ്പി എന്ന് പറയാം. ഏത് മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാലും, അതായത് ക്യാൻസറിന് മാത്രം കീമോ കൊടുക്കുന്നതെന്നല്ല അർത്ഥം, മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് കീമോ തെറാപ്പി. പക്ഷെ നമ്മുടെ നാട്ടിൽ കീമോ കൊടുത്തു എന്നൊക്കെ പറയാറുണ്ട്. അത് ക്യാൻസറിൻ്റെ കേസിലാണ് പറയാറ്. പക്ഷേ എല്ലാ ട്രീറ്റ്മെൻറ്റും കീമോതെറാപ്പി തന്നെയാണ് കേട്ടോ. ഇനി ഈ മരുന്നുകൾ അല്ലെങ്കിൽ ഡ്രഗ്സുകൾ, നമുക്ക് ചില മരുന്നുകളുണ്ട്, നമ്മൾ കടയിൽ പോയിട്ട് ചേട്ടാ എനിക്കൊരു പാരസെറ്റമോൾ തരണം എന്ന് വെച്ചാൽ ചേട്ടൻ തരും. ചില സമയം ചില മരുന്നുകൾ അങ്ങനെ കടയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. അത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് ഡ്രഗ്സുകൾ രണ്ടായി തരംതിരിക്കാം. ഒന്നിന് പറയാം ഓവർ ദി കൗണ്ടർ ഡ്രഗ്സ് എന്ന് പറയും, മറ്റൊന്ന് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് എന്ന് പറയും. എന്താണ് ഓവർ ദി കൗണ്ടർ ഡ്രഗ്സ് എന്ന് വെച്ചാൽ, ദീസ് ക്യാൻ ബി ബോട്ട് ഫ്രം മെഡിക്കൽ ഷോപ്പ്, സ്റ്റോർ, സൂപ്പർ മാർക്കറ്റ് വിത്തൗട്ട് ദി പ്രിസ്ക്രിപ്ഷൻ ഓഫ് ദി ഡോക്ടർ. ഡോക്ടറുടെ പിന്നെ ഷീറ്റൊന്നും വേണ്ട ആവശ്യം, പ്രിസ്ക്രിപ്ഷൻ ഷീറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. ഉദാഹരണമാണ് പാരസെറ്റമോള്, ആസ്പിരിന്, ജലൂസിൽ ടാബ്ലറ്റ്സ് ഒക്കെ അല്ലേ, അതൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അതേസമയം ചില മെഡിസിൻസ് ഉണ്ട്, ആൻറ്റിബയോട്ടിക്കുകൾ, നാർക്കോട്ടിക് അനാൾജസിക്സ്, ചില നാർക്കോട്ടിക് അനാൾജസിക്സ് ആണ്. അതായത് പിന്നെ അതിനെക്കുറിച്ച് എനിക്ക് പറയാം. അത്തരം മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ ദിസ് ക്യാൻ ബി ബ്രോട്ട് ഓൺലി വിത്ത് ദി പ്രിസ്ക്രിപ്ഷൻ ഓഫ് ദി ഡോക്ടർ. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഷീറ്റ് ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കാൻ പറ്റുന്ന മെഡിസിൻസ് ആണ് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മെഡിസിനിന് 3 തരത്തിലുള്ള പേരുണ്ട്. ഒന്നിൻ്റെ പേരാണ് വി കോൾ ഇറ്റ് ആസ് കെമിക്കൽ നെയിം എന്നാ പറയാ, മറ്റൊന്നിൻ്റെ പറയാ ജനറിക് നെയിം എന്ന് പറയും, മറ്റൊന്ന് ട്രേഡ് നെയിം എന്ന് പറയും. ഉദാഹരണം, നമ്മൾ നേരത്തെ പറഞ്ഞ പാരസെറ്റമോൾ ഇല്ലേ, ഇതാണ് പാരസെറ്റമോളിൻ്റെ സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ പ്രകാരം IUPAC നെയിം എന്താണ്, 4-അസറ്റമിഡോഫിനോൾ എന്നാണ് ഇതിൻ്റെ IUPAC നെയിം. അങ്ങനെ IUPAC നെയിം ആണെങ്കിൽ അതിൻ്റെ പേരാണ് വി കോൾ ഇറ്റ് ആസ് എന്ത് നെയിം എന്നാ പറയുക, കെമിക്കൽ നെയിം എന്നാണ് പറയുക. അതേസമയം പാരസെറ്റമോൾ എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ടേംസ് ആണ്, അതിൻ്റെ പേരാണ് വി കോൾ ഇറ്റ് ആസ് ജനറിക് നെയിം എന്നാണ് പറയുക. ജനറിക് നെയിം ആണ് അതിൻ്റെ പേര് കേട്ടോ. അതായത് ഈ 4-അസറ്റമിഡോഫിനോൾ എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആൾക്കാർ പാരസെറ്റമോൾ എന്ന് പറയുന്നത്, അതിൻ്റെ പേരാണ് ജനറിക് നെയിം. പിന്നെ പക്ഷേ നമ്മൾ ഡോക്ടർ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഷീറ്റിൽ എഴുതുക പാരസെറ്റമോൾ എന്നല്ല പലപ്പോഴും എഴുതുക. പലപ്പോഴും അവർ എഴുതുക ഒന്നുകിൽ കാൽപോൾ എന്നോ ഡോളോ എന്നൊക്കെയാണ് എഴുതുക. അതായത് കാൽപോൾ ഒരു എക്സ് എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കുന്ന പാരസെറ്റമോൾ ആയിരിക്കും, ഡോളോ വൈ എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കുന്ന പാരസെറ്റമോൾ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പേരാണ് വി കോൾ ഇറ്റ് ആസ് എന്ത് പേരെന്നാണ് പറയുക, ട്രേഡ് നെയിം എന്നാണ് പറയുക. ട്രേഡ് നെയിം അതായത് വ്യാവസായികമായിട്ട് ഉപയോഗിക്കുന്ന പേരാണ്. ഉദാഹരണം നമുക്കറിയാം, ദാറ്റ് ഇസ് നമ്മുടെ നാട്ടിൽ സാധാരണ പറയുന്ന സംഭവമുണ്ട്, റെഫ്രിജറേറ്റർ. റെഫ്രിജറേറ്ററിന് നമ്മൾ ഫ്രിഡ്ജ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ആക്ച്വലി ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് റെഫ്രിജറേറ്റർ ഇറക്കിയ കമ്പനിയുടെ പേരാണ് ഫ്രിഡ്ജ്. പക്ഷേ ഇന്ന് എല്ലാ റെഫ്രിജറേറ്ററും ഫ്രിഡ്ജാണോ ഇറക്കുന്നത്? അല്ല, റെഫ്രിജറേറ്റർ പലപ്പോഴും LGയും അതേപോലെ തന്നെ വേൾപൂളും ഒനിഡയൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന റെഫ്രിജറേറ്റർ ഇറക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ നമ്മൾ പറഞ്ഞിട്ട് ചില ടേമുകൾ പലപ്പോഴായിട്ടും ട്രേഡ് നെയിമും ജനറിക് നെയിമും നമുക്ക് സംശയം ഉണ്ടാക്കും. അതിൽപ്പെട്ടാണ് ഈ പാരസെറ്റമോൾ. പാരസെറ്റമോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ജനറിക് നെയിമാണ്. പക്ഷേ ആ പാരസെറ്റമോൾ ഇറക്കുന്ന വ്യത്യസ്ത കമ്പനികളുടെ പേരാണ്, വ്യത്യസ്ത കമ്പനികൾ ഇറക്കുമ്പോൾ അവയുടെ പേരാണ് കാൽപോള്, ഡോളോ എക്സെട്ര. ഓക്കെ, ഫോർ എക്സാമ്പിൾ നെയിം ഓഫ് ദി മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ നെയിമിനെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദിസ് ഇസ് ദി സിസ്റ്റമാറ്റിക് നെയിം ഓഫ് ദി ഡ്രഗ്. ബൈ യൂസിങ് ദിസ് ദി കെമിസ്റ്റ് ക്യാൻ ഡ്രോ ദി സ്ട്രക്ചർ. എക്സാമ്പിൾ 4-അസറ്റമിഡോഫിനോൾ ആരുടെ പേരാണെന്ന് അറിയാം? നമ്മുടെ പാരസെറ്റമോളിൻ്റെ പേര്. 2-അസറ്റോക്സി ബെൻസോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസ്പിരിൻ്റെ
കെമിക്കൽ നെയിമാണ് കേട്ടോ. ജനറിക് നെയിം എന്ന് വെച്ചാൽ ദിസ് ഇസ് ദി ജനറലി ആക്സെപ്റ്റഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി കെമിക്കൽ നെയിം. കെമിക്കൽ നെയിമിൽ സാധാരണ നമ്മൾ സ്വീകരിക്കുന്ന ഒരു ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പേര്. പാരസെറ്റമോൾ ഉണ്ട്, ആസ്പിരിൻ ഉണ്ട്. ആസ്പിരിൻ ആണ് ഇതിൻ്റെ ജനറിക് നെയിമാണ് ആസ്പിരിൻ. ഇനി ട്രേഡ് നെയിമുകൾ, ഡിഫറെൻറ്റ് കമ്പനീസ് യൂസസ് ഡിഫറെൻറ്റ് നെയിംസ് വെൻ ദേ ആർ സെൽ ഇൻ ദി മാർക്കറ്റ്. ഇപ്പോൾ കാൽപോളും ഡോളോ ഒക്കെ പാരസെറ്റമോളിൻ്റെ കമ്പനികൾ വ്യത്യസ്ത കമ്പനികൾ കൊടുക്കുന്ന പേരാണ് കാൽപോളും ഡോളോയും. കാൽപോളിലുള്ളതും ഡോളോയിലുള്ളതും കെമിക്കൽ എന്ത് തന്നെയാണ്? പാരസെറ്റമോൾ തന്നെയാണ്. ഓക്കെ. ഇനി ആസ്പിൻ, ആൽപൈറിൻ എന്നൊക്കെ പറഞ്ഞാൽ വ്യത്യസ്ത കമ്പനികൾ ഉണ്ടാക്കുന്ന ആസ്പിരിൻ്റെ പേരാണ് ആസ്പിനും ആൽപൈറിനും ഒക്കെ. പക്ഷേ ഞാൻ പറഞ്ഞ നേരത്തെ ഡോക്ടർമാർ ഇപ്പോഴും ട്രേഡ് നെയിമുകളാണ് എഴുതുന്നത്. അതിലുള്ള അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടേമാണ് പ്രോഡ്രഗ്സ് എന്ന് പറഞ്ഞ ടേംസ്. ദാറ്റ് ഇസ് പ്രോഡ്രഗ്സ്. എന്താണ് പ്രോഡ്രഗ്സ്? സാധാരണയായിട്ട് നമ്മൾ വേദന സംഹാരിയായിട്ട്, അതായത് നമ്മളെ ബോഡിയിൽ വേദന കുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണിത്. വേദന കുറക്കൂട്ട നമ്മളെ ബോഡി ഇത് കഴിച്ചാൽ നമ്മളെ ബോഡിയിൽ നമ്മുടെ വേദന കുറക്കും. ഇതിൻ്റെ പേരാണ് വി കോൾഡ് സാലിസിലിക് ആസിഡ് എന്ന് പറയാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. ഈ സാലിസിലിക് ആസിഡ് അതേപടി നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുമെന്ന് അറിയാം? നമ്മുടെ ബോഡിൻ്റെ ഉള്ളിൽ ഭയങ്കര ഗ്യാസ്ട്രിക് ഇറിറ്റേഷനും ബ്ലീഡിങ്ങും ഒക്കെ ആയിരിക്കും ബോഡിൻ്റെ ഉള്ളിൽ. അങ്ങനെ ആകുമ്പോൾ ഇത് അതേപടി കഴിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഈ OH ഗ്രൂപ്പിനെ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ അസറ്റൈൽ സാലിസിലേറ്റ് ആക്കി മാറ്റും. ഇതിനെ അസറ്റൈൽ സാലിസിലേറ്റ് ആക്കി മാറ്റും. ഇതാണ് നമ്മൾ ആസ്പിരിൻ ഗുളികയായിട്ട് നമ്മൾ കഴിക്കുന്നത്. ആസ്പിരിൻ ഗുളികയായിട്ട് നമ്മളിത് കഴിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ OH ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് അവിടെ ഉണ്ടാവില്ല. ഇത് ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് വിഘടിച്ചിട്ട് സാലിസിലിക് ആസിഡ് ആയിട്ട് മാറും. അങ്ങനെയാകുമ്പോൾ ആ ബ്ലഡ് സ്ട്രീമിലെത്തിയ ഈ സാലിസിലിക് ആസിഡിന് നമ്മുടെ ശരീരത്തിന്റെ വേദന കുറക്കാൻ പറ്റും. ഇതിന് വേദന കുറക്കാൻ പറ്റൂലേ? ഇതിനെ വേദന കുറക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് നേരിട്ട് കഴിച്ചാൽ വയറ്റിന് പ്രശ്നമായിരിക്കും. അങ്ങനെയാകുമ്പോൾ ഇതാണ് നമ്മൾ കഴിക്കുക. അത് ബോഡിയിൽ എത്തുമ്പോൾ വിഘടിച്ചിട്ട് ഇതായിട്ട് മാറും. അപ്പൊ ഇങ്ങനെ ഇറ്റ് ഈസ് എ ഫാർമക്കോളജിക്കലി ഇനാക്റ്റീവ് ഡ്രഗ്സ്. അതായത് ഇതിന് കാര്യമായിട്ടുള്ള ഒരു എഫക്റ്റ് ഒന്നും നമ്മുടെ ബോഡിയിൽ ഇല്ല. ബട്ട് വെൻ ഇറ്റ് റീച്ചസ് ദ ബോഡി ഇറ്റ് അണ്ടർഗോ കെമിക്കൽ ട്രാൻസ്ഫർമേഷൻ ആൻഡ് റിലീസസ് ആക്റ്റീവ് കെമിക്കൽസ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ. ഇനി എന്തിനാണ് ഈ പ്രോഡ്രഗ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്? അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ. പ്രോഡ്രഗ്സുകൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, സം ഡ്രഗ്സ് ആർ ദാറ്റ് ഇസ് കോസസ് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ആൻഡ് ബ്ലീഡിങ്. ഞാനിപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, അതാണ് ഒരു കാരണം. രണ്ടാമത്തത്, ടേസ്റ്റ് ഓഫ് സം ഡ്രഗ് ഈസ് വെരി ബിറ്റർ. ചില മരുന്നുകൾക്ക് ഭയങ്കര കയ്പായിരിക്കും. അങ്ങനെയാകുമ്പോൾ ഈ മരുന്നുകൾ നമ്മൾ പിന്നെ വിഴുങ്ങുകയാണെങ്കിൽ ആദ്യം നമ്മൾ നാവിലെത്തുമ്പോൾ ഇത് വെള്ളത്തിലേക്കുമ്പോൾ ഭയങ്കര ബിറ്റർ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുന്ന അറിയോ? ഈ മരുന്നുകളെ നമ്മൾ വാട്ടർ ഇൻസോലുബിൾ രൂപത്തിലാക്കി മാറ്റും. വാട്ടർ ഇൻസോലുബിൾ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ സലൈവയിൽ ഇത് ലയിക്കൂല. സലൈവയിൽ ലയിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ബിറ്റർ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യൂല. പക്ഷേ അവ എന്ത് വെച്ചാൽ വയറ്റിലെത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഒക്കെ പ്രസൻസിൽ അത് നമ്മൾ അവിടെ ഡീകമ്പോസ് ചെയ്തിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് ലയിക്കുകയും ചെയ്യും. മീൻസ് ഈ കയ്പ് ടേസ്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ നമ്മൾ പ്രോഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ മൂന്നാമത്തത്, ടു ഇൻക്രീസ് ദി വാട്ടർ സോലബിലിറ്റി ഓഫ് ഇഞ്ചക്ഷൻ ഡ്രഗ്സ്. ചില മരുന്നുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം, നമ്മളെ ബ്ലഡിൽ മാക്സിമം ഒരു 70% വാട്ടറാണുള്ളത് അല്ലേ. ചില മരുന്നുകൾ നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല, ഇത് ഈ ബ്ലഡിൽ അങ്ങ് ലയിക്കൂല. അപ്പോൾ ബ്ലഡിൽ ലയിക്കാനുള്ള കപ്പാസിറ്റി കൂട്ടാം. ബ്ലഡിൽ ലയിക്കാൻ മീൻസ് വാട്ടർ സോലബിലിറ്റി കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചില മെഡിസിൻസിനെ നമ്മൾ പ്രോഡ്രഗ്സ് ആക്കി മാറ്റുന്നത്. ഓക്കെ. ഇനി നമ്മൾ നിത്യം കഴിക്കുന്ന മരുന്നുകളുടെ ഡിഫറെൻറ്റ് ക്ലാസ്സുകളെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഡ്രഗ്സ് ആണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് നമുക്ക് പനി വരുന്നത്. നമ്മുടെ ബോഡിയിലേക്ക് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ഫോറിൻ മെറ്റീരിയൽസ് ഇൻവേഡ് ചെയ്യുകയാണെങ്കിൽ, ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡിക്ക് ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട് അല്ലേ. ഈ ഇമ്മ്യൂൺ സിസ്റ്റം ഈ പറഞ്ഞിരിക്കുന്ന മൈക്രോ ഓർഗാനിസിനെ പുകച്ച് ചാടിക്കാൻ വേണ്ടി ശ്രമിക്കും. പുകച്ച് ചാടിക്കാനുള്ള ഒരു വഴിയാണ് ബോഡിയുടെ ടെമ്പറേച്ചർ കൂട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ പനിയൊക്കെ നല്ലതാണ്. കാരണം നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ള തെളിവാണ് പനി. പക്ഷേ
ശക്തമായ പനിയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബോഡിയുടെ ബ്രെയിനിനൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മുടെ ഈ ബോഡി ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില മരുന്നുകൾ കഴിക്കും. ആ മരുന്നുകളുടെ പേരാണ് വി കോൾഡ് ആസ് ആൻറ്റിപൈററ്റിക്സ് എന്നാ പറയുക. Therefore, these are used to antibiotics are used to reduce the body temperature during high fever. നല്ല പനിയുള്ള സമയത്ത് ഈ ബോഡിയുടെ ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിൻ്റെ പേരാണ് ആൻറ്റിപൈററ്റിക്സ്. എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെച്ചോളൂ. നിങ്ങൾ പലപ്പോഴും ഒരു കടയിൽ പോയിട്ട് ഒരു ഷീറ്റ് കൊടുത്തിട്ട് നിങ്ങൾ മരുന്ന് വാങ്ങിക്കുമ്പം ഈ വാങ്ങിക്കുന്ന മരുന്ന് എന്തിനുള്ള മരുന്നാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പേരുകൾ ഓർത്ത് വെക്കൽ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുകയാണെങ്കിലും നമ്മൾ പല ഭക്ഷണങ്ങളും കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ഭക്ഷണമല്ലേ അതുപോലെ തന്നെ സംഭവമല്ലേ മരുന്നും. അപ്പോൾ ഈ മരുന്ന് എന്തിനാണ് കഴിക്കുന്നത്, ഏത് രോഗത്തിന് ഏത് അവസ്ഥ മാറാൻ വേണ്ടിയിട്ടാണ് കഴിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. പാരസെറ്റമോൾ ഉണ്ട്, ഫിനാസെറ്റിൻ ഉണ്ട്, ഇബുപ്രോഫൻ, നാപ്രോക്സൻ തുടങ്ങിയൊക്കെ ആൻറ്റിപൈററ്റിക്സിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് മരുന്നുകളാണ് അനാൽജസിക്സ് എന്നാണ് നമ്മൾ പറയുക. ഇവ മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്നത് അറിയോ? നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ, ഉദാഹരണം തലവേദനയൊക്കെ വരികയാണ്, അല്ലെങ്കിൽ പിന്നെ ബോഡിയിൽ എവിടെയെങ്കിലും മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ പെയിൻ വരിക. അപ്പോൾ ആ സമയത്ത് നമ്മൾ പെയിൻ കില്ലേഴ്സായിട്ട് ഉപയോഗിക്കുന്ന മെഡിസിനാണ് പറയുക അനാൽജസിക്സ്. മലയാളത്തിൽ വേദന സംഹാരികൾ എന്നൊക്കെ പറയും. ഈ അനാൽജസിക്സിന് 2 തരത്തിലുണ്ട്. ഒന്നിൻ്റെ പേര് നോൺ നാർക്കോട്ടിക്സും രണ്ടാമത്തിൻ്റെ പേര് നാർക്കോട്ടിക്സും ആണ്. എന്താണ് നമ്മൾ വ്യത്യാസം എന്ന് നോക്കാം. ചില അനാൽജസിക്സ് ഉണ്ട്. അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളെ ബോഡിയിലെ ശരിക്കുള്ള വേദന അങ്ങ് കുറക്കും. നമ്മുടെ ബോഡീൻ്റെ വേദന അപ്പടിയും കുറക്കും. അവിടെ ചില മരുന്നുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിന്നെ സ്ലീപ്പ് അൺകോൺഷ്യസ് കണ്ടീഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകുക, അത് ഉറക്കിക്കളയുക അല്ലെങ്കിൽ ബോധം കെടുത്തി കളയുക, എന്നിട്ട് വേദന ഇല്ലാണ്ടായി കളയുക. അതിന് നമ്മൾ പറയാം നാർക്കോട്ടിക്സ് എന്നാ പറയാം. അപ്പം നോൺ നാർക്കോട്ടിക്സ് എന്ന് വെച്ചാൽ ശരിക്കും അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ബോഡിയിലുള്ള വേദന കുറക്കാൻ കഴിവുള്ള അനാൽജസിക്സ് ആണ് നോൺ നാർക്കോട്ടിക്സ്. ദേ റിലീവ് ദി പെയിൻ, ദേ ഡസ് നോട്ട് പ്രൊഡ്യൂസ് സ്ലീപ്പ് ഓർ അൺകോൺഷ്യസ്. അതായത് ഉറക്കോ അല്ലെങ്കിൽ അൺകോൺഷ്യസ് ഒന്നും ആക്കാൻ പറ്റില്ല. നോൺ അഡിക്റ്റീവ് ആണ്. ഇത് കഴിക്കുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു അടിമയായിട്ട് മാറുമൊന്നുമില്ല. മീൻസ് നമുക്ക് ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ എക്സാമ്പിളാണ് സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന എക്സാമ്പിളാണ് ആസ്പിരിന്, അതേപോലെ തന്നെ ഇബുപ്രോഫന്, ഡൈക്ലോഫെനാക്ക്, നാപ്രോക്സൻ. നേരത്തെ പറഞ്ഞ പാരാസെറ്റമോളും ഈ കാറ്റഗറിയിൽ പെടും കേട്ടോ. പാരാസെറ്റമോളും ഈ പറഞ്ഞത് നോൺ നാർക്കോട്ടിക്സിന്. അതുകൊണ്ടാണ് തലവേദന വന്നാലും പനി വന്നാലും നമ്മൾ കഴിക്കുന്നത് തന്നെയാണ് പാരാസെറ്റമോൾ പെടുന്ന ഡോളോയോ കാൽപോളോക്കെയാണ് നമ്മൾ കഴിക്കാറ്. നാർക്കോട്ടിക്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നാർക്കോട്ടിക്സ് എന്ന് വെച്ചാൽ നമുക്ക് പറയാം മയക്കുമരുന്നുകൾ എന്നൊക്കെ പറയാം. ഇതിൻ്റെ പ്രത്യേകത ഇത് നമ്മൾ കഴിച്ചാൽ ശരിക്കും നമ്മുടെ ബോഡീൻ്റെ വേദന മാറ്റുന്നില്ല, പക്ഷെ നമുക്ക് ഒന്നുകിൽ ഉറക്കം തരും, അല്ലെങ്കിൽ നമ്മളെ ഉറക്കിക്കളയും, അല്ലെങ്കിൽ നമ്മളെ അബോധാവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അതായത് വെൻ അഡ്മിനിസ്റ്റേർഡ് ഇൻ മെഡിസിനൽ ഡോസ് റിലീവ് ദി പെയിൻ ആൻഡ് പ്രൊഡ്യൂസ് സ്ലീപ്പിംഗ്. പക്ഷെ എൻ്റെ പ്രശ്നം എന്താ അറിയാം, ഇപ്പം മിക്കവാറും ഹാബിറ്റ് ഫോമിങ് ആയിരിക്കും. അതിന് ചിലപ്പോൾ നമ്മൾ അടിമയാകാൻ സാധ്യതയുണ്ട്. യൂസ്ഡ് ടു ഗെറ്റ് റിലീഫ് ഫ്രം പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ. പലപ്പോഴും ഉപയോഗിക്കുക ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാലുള്ള വേദന ഉണ്ടാവില്ല, സെഡേഷൻ. ആ സെഡേഷന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ മരുന്ന് കൊടുക്കാറുണ്ട്. കാർഡിയാക്ക് പെയിനിന്, ഓബ്സ്റ്റട്രിക് പെയിനിന്, അതേപോലെ തന്നെ ക്യാൻസർ പെയിനിനൊക്കെ നമ്മൾ ഈ മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് നേരത്തെ പറഞ്ഞ ഹെറോയിനൊക്കെ മയക്കുമരുന്നാണ്. മെത്തഡോൺ, മെപ്പരഡിൻ, ഈ പറഞ്ഞതൊക്കെ ഈ മയക്കുമരുന്നിൽ കൂടി പെടുന്നതാണ്. അപ്പം ഈ മയക്കുമരുന്നുകളും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡിസിൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ തന്ത്രപൂർവ്വം ഉപയോഗിച്ചാൽ മാത്രമേ മെഡിസിൻ ആവുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ ബോഡിക്ക് കാര്യമായിട്ടുള്ള കുഴപ്പങ്ങൾ സംഭവിക്കും. പിന്നെ ഹയർ ഡോസ് മേ കോസസ് അൺകോൺഷ്യസ്നസ്. ഇതിൻ്റെ ഡോസ് എങ്ങാനും കൂടിപ്പോയാൽ അബോധാവസ്ഥയിലേക്കും കോമയിലേക്കും ഈവൻ ഡെത്ത് വരെ സംഭവിക്കാം. ജീവിതകാലം മൊത്തം ബെഡിൽ കിടന്നൊരവസ്ഥയിലേക്കൊക്കെ ആകാൻ സാധ്യതയുണ്ട് ഈ മരുന്നുകളുടെ ഡോസ് കൂടിപ്പോയാൽ. അതുകൊണ്ട് വളരെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്കിൽഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഈ നാർക്കോട്ടിക്സ് ബോഡിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഒരു പക്ഷേ ലോകത്തിലുള്ള പല മഹാമാരികളെയും നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിഞ്ഞത് ആൻറ്റിബയോട്ടിക്സിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. അപ്പം എന്താണ് ഈ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുക എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ശരിക്കും ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. അതായത് ചില മൈക്രോ ഓർഗാനിസം ഉണ്ട്, ബാക്ടീരിയ, ഫഞ്ചൈ, അത് മൈക്രോ ഓർഗാനിസം തന്നെയാണ്. അവന്മാർ ചില കെമിക്കൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ആ കെമിക്കൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ കെമിക്കൽസിന് മറ്റു ചില കെമിക്കൽസിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് തടയാനോ ഉള്ള കപ്പാസിറ്റി ഉണ്ട്.
അങ്ങനെയാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ എക്സ് എന്ന് പറയുന്ന ഒരു 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 മൈക്രോ ഓർഗാനിസം കടന്നുകൂടി അത് നമ്മുടെ ബോഡിയിൽ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ മറ്റൊരു ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലായിട്ടുള്ള വൈ എന്ന് പറയുന്ന മറ്റൊരു ബാക്ടീരിയ ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് സെഡ് ആയിക്കോട്ടെ. ആ സെഡിന് ഈ എക്സിനെ നശിപ്പിക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതിന് പറഞ്ഞവരാണ് വി കോൾഡ് ആസ് ആൻറ്റിബയോട്ടിക്സ്. Therefore, what is antibiotics means? These are the chemicals produced by microorganisms like bacteria, fungi, etc. അവക്കെന്ത് പറ്റും? ഇൻഹിബിറ്റ് ദി ഗ്രോത്ത് ഓർ ഡിസ്ട്രോയ് ദി അതർ ഹാംഫുൾ മൈക്രോ ഓർഗാനിസം. മറ്റ് ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിക്കാനുള്ള കപ്പാസിറ്റി 2 തരത്തിലുള്ളത്. ബാക്ടറിസിഡൽ, അതേപോലെ തന്നെ ബാക്ടീരിയോസ്റ്റാറ്റിക്. അതായത് ബാക്ടറിസിഡൽ നമ്മൾ സൂയിസിഡൽ എന്നൊക്കെ കേൾക്കാറില്ലേ? സിഡൽ മീൻസ് കില്ലിംഗ് ആണ് അല്ലേ? അപ്പോൾ കില്ല് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മറ്റ് മൈക്രോ ഓർഗാനിസിനെ കില്ല് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവന്മാരുടെ പേരാണ് ബാക്ടറിസിഡൽ. അതേസമയം മറ്റ് മൈക്രോ ഓർഗാനിസിൻ്റെ വളർച്ചയെ തടയാൻ പറ്റുന്നതാണ് ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ഈ ആൻറ്റിബയോട്ടിക്കിനെ നമുക്ക് 2ആയി തരംതിരിക്കാം. നാരോ സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്കും ഉണ്ട്, ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്കും ഉണ്ട്. അതായത് നമുക്ക് വയറിളക്കം വന്നു കഴിഞ്ഞാലും ഛർദ്ദിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ കൊടുക്കുന്ന മരുന്ന് മിക്കവാറും സെയിം തന്നെയാണ്. അതായത് നാരോ സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ വളരെ കുറഞ്ഞ മറ്റ് മൈക്രോ ഓർഗാനിസിനെ മാത്രമേ കൊല്ലാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അതേസമയം ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും? ലാർജ് നമ്പർ ഓഫ് അതർ ബാക്ടീരിയാസിനെ കൊല്ലാൻ പറ്റും. ലാർജ് വെറൈറ്റി ആയിട്ടുള്ള ബാക്ടീരിയാസിനെ കൊല്ലാൻ കപ്പാസിറ്റിയുള്ള ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്കുകളുണ്ട്. പലപ്പോഴും നമ്മൾ ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്കുകളാണ് പലപ്പോഴും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറ്. അങ്ങനെയാകുമ്പോൾ ഏത് തരത്തിലുള്ള ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ ഉണ്ടായാലും കുഴപ്പമില്ല, അതിനൊക്കെ അത് നശിപ്പിച്ചോളും. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ദാറ്റ് ഈസ് പെനിസിലിൻ ഒരു എക്സാമ്പിളാണ്. അതേപോലെ തന്നെ ആംപിസിലിൻ, അമോക്സിസിലിൻ, ക്ലോറാംഫെനിക്കോൾ, എരിത്രോമൈസിൻ, സിപ്രോഫ്ലോക്സാസിൻ, വാനോമൈസിൻ, ജെൻഡാമൈസിൻ, ഓഫ്ലോക്സാസിൻ, ടെട്രാസൈക്ലിൻ എക്സെട്ര. ഇതൊക്കെ സുലഭമായിട്ട് നമ്മൾ കടകളിൽ നിന്ന് അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളിൽ ഉള്ള മെഡിസിൻസിൻ്റെ പേരാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. നിങ്ങൾക്കറിയാം ഏറ്റവും ആദ്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരായിരുന്നു അലക്സാണ്ടർ ഫ്ലെമിങ്. എന്താ കണ്ടുപിടിച്ചത്? പെനിസിലിനാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഈ പ്ലേഗും മറ്റ് കുഷ്ഠരോഗമൊക്കെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ, കുഷ്ഠവും അതേപോലെ തന്നെ മാരകമായ മറ്റ് പല രോഗങ്ങൾ വന്നിട്ട് ഒരുപാട് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെ ലോകത്ത് പല രോഗങ്ങളെയും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നത് ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. പക്ഷേ എന്നാലും ചില രോഗങ്ങളായിട്ടുള്ള മീൻസ് ഈ പറഞ്ഞ കോവിഡും സാസും പോലത്തുള്ള മറ്റു രോഗങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ ഈ ആൻറ്റിബയോട്ടിക്കുകൾക്ക് അത്ര എഫക്റ്റീവായിട്ട് ഇപ്പം പറ്റുന്നില്ല. പക്ഷെ അതിൻ്റെ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആൻറ്റിബയോട്ടിക്സുകളൊക്കെ വരാമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. ഒരുപക്ഷെ യുവാക്കൾ തൊട്ട് പ്രായമായവരൊക്കെ ഏറ്റവും അധികം അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഹൈപ്പർ അസിഡിറ്റി. എന്താണ് ഈ ഹൈപ്പർ അസിഡിറ്റി? നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ നമ്മളൊരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ ആ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാരുടെ ബോഡിയിൽ എത്ര ഫുഡാണോ വേണ്ടത് അതിനെ ദഹിപ്പിക്കാൻ വേണ്ടതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അനാവശ്യമായ സമയങ്ങളിലൊക്കെ ഹൈഡ്രോക്ലോറിക് ആസിഡ് സിന്തസൈസ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ നമ്മളെ ഈ പറഞ്ഞ സ്റ്റൊമക്കിൻ്റെ ആസിഡിറ്റി കൂടും. അങ്ങനെ സ്റ്റൊമക്കിൻ്റെ ആസിഡിറ്റി കൂടുന്ന ആ അവസ്ഥക്ക് പറയുന്ന പേരാണ് വി കോൾഡ് ആസ് ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയാം. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ചെസ്റ്റ് ബേണിങ്ങും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ കാരണമാകും അല്ലേ? അപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു അസുഖം തന്നെ പറയാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഈ ഹൈപ്പർ അസിഡിറ്റി കുറക്കാൻ പറ്റും? അപ്പോൾ അസിഡിറ്റി കുറക്കണമെങ്കിൽ നമ്മൾ സാധാരണ ബേസല്ലേ ഉപയോഗിക്കുക. അങ്ങനെ ഹൈപ്പർ അസിഡിറ്റി കുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിന് പറഞ്ഞ പേരാണ് വി കോൾ ഇറ്റ് ആസ് ആൻറ്റാസിഡ്. ആൻറ്റി ആസിഡ് എന്ന ശരിക്കും ആസിഡിന് എതിരായിട്ടുള്ള കെമിക്കൽസ്. അപ്പോൾ ദീസ് ആർ ദി കെമിക്കൽസ് യൂസ്ഡ് ടു റിലീവ് ദി സിംറ്റം ഓഫ് ഹൈപ്പർ അസിഡിറ്റി. പക്ഷേ 2 തരത്തിലുള്ള ആൻറ്റാസിഡുകളുണ്ട്. ഒന്ന്
ന്യൂ ജനറേഷൻ അൻറ്റാസിഡും അതേപോലെ തന്നെ ഓൾഡ് ജനറേഷൻ അൻറ്റാസിഡും. അപ്പോൾ ഓൾഡ് ജനറേഷൻ അൻറ്റാസിഡിൻ്റെ പ്രത്യേകത ദ ഡു നോട്ട് കൺട്രോൾ ദി കോസ് ഓഫ് ഹൈപ്പർ അസിഡിറ്റി. അതായത് എന്തുകൊണ്ട് ഈ ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാകുന്നതിനെ പറ്റി നിയന്ത്രിക്കുന്നില്ല, ചുമ്മാ ബോഡിയിൽ ഉണ്ടായിരിക്കുന്ന എക്സസ് ആയിട്ടുള്ള ആസിഡിനെ അത് ന്യൂട്രലൈസ് ചെയ്യും. അപ്പം ഓൾഡ് ജനറേഷൻ അൻറ്റാസിഡ് യൂഷ്വലി ആരാണെന്നറിയാം, ബേസുകളായിരിക്കും. ലൈക്ക് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെയായിരിക്കും ഈ പറഞ്ഞിരുന്ന ഓൾഡ് ജനറേഷൻ അൻറ്റാസിഡിൽ കാണപ്പെടുന്ന കെമിക്കൽസ്. ഇവന്മാരൊക്കെ ബേസാണ്. ഈ ബേസ് ഈ ആസിഡിലേക്ക് ചേർക്കുമ്പോൾ എന്ത് ചെയ്യും? ന്യൂട്രലൈസ് ചെയ്യപ്പെടും. ഇനി അത് പക്ഷേ നമ്മൾ കടയിൽ വാങ്ങിക്കുക ഡൈജീൻ, അൾജൽ, ജലൂസിൽ, ഡയോവോൾ, ആസിഗോൺ എന്ന് പറയുന്ന ചില ട്രേഡ് നെയിമിലാണ് ഈ അൻറ്റാസിഡുകൾ നമുക്ക് കടയിൽ നിന്ന് ലഭിക്കുക. അതേസമയം ഒരു ന്യൂ ജനറേഷൻ അൻറ്റാസിഡ് ഉണ്ട്. ശരിക്കും ഈ ഹൈപ്പർ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അലർജി പോലത്തെ പ്രശ്നമാണ്. അതായത് ഹിസ്റ്റമിൻ്റെ പ്രൊഡക്ഷന് കൂടുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം ആ ഹിസ്റ്റമിൻസിൻ്റെ അല്ലെങ്കിൽ ആ ഹിസ്റ്റമിൻസിൻ്റെ പ്രൊഡക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല ചില ആൻറ്റി ഹിസ്റ്റമിൻസ് ആയിട്ടുള്ള കെമിക്കൽസുകൾ അൻറ്റാസിഡ്സ് ആയിട്ട് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അത് കഴിച്ചാൽ നമ്മളെ ബോഡിയിലുള്ള എക്സസ് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുക മാത്രമല്ല, പിന്നീട് പുതുതായിട്ട് എക്സസ് ആസിഡുകൾ ഉണ്ടാകുന്നതിന് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവന്മാർക്കുണ്ട്. അപ്പോൾ ഇത് ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഡോക്ടേഴ്സുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് ന്യൂ ജനറേഷൻ അൻറ്റാസിഡുകളാണ്. നേരത്തെ പറഞ്ഞ ഓൾഡ് ജനറേഷൻ താൽക്കാലികമായിട്ടുള്ള സുഖമൊക്കെ നമുക്ക് ലഭിക്കുമെങ്കിലും ന്യൂ ജനറേഷൻ അൻറ്റാസിഡ് കഴിക്കുകയാണെങ്കിൽ കുറേ ദിവസത്തോളം ഈ പറഞ്ഞ ഹൈപ്പർ അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിളാണ് സിമറ്റിൻ, ടഗാമെഡ് എന്നൊക്കെയാണ് പറയുക, റാനിറ്റിഡിൻ, റാൻടാക്ക്, റാനിറ്റിൻ, സിൻടാക്ക്, ഓമെപ്രസോള്, അത് നമ്മൾ അറിയപ്പെടുക ഓമേസ്, ഓസിഡ്, ലോമാക് എന്നൊക്കെ പേരിലാണ്. റബെപ്രസോള്, റാബിയം, റബിലോക്ക് എന്ന് പറയുന്ന ട്രേഡ് നെയിമിലൊക്കെ നമുക്ക് ഈ മെഡിസിനുകൾ അവൈലബിൾ ആണ്. ഇത് വാങ്ങിക്കാൻ സാധാരണയായിട്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. പേര് പറഞ്ഞാൽ തന്നെ നമുക്ക് ഓവർ ടു കൗണ്ടർ ഡ്രഗ്സ് പെടുന്ന മെഡിസിൻസ് ആണ് ഇതൊക്കെ. ഇനി അടുത്തൊരു ടൈപ്പാണ് ആൻറ്റിസെപ്റ്റിക്സ്. നമ്മുടെ കയ്യിലൊരു മുറിവോ അല്ലെങ്കിൽ ചില അൾസറുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മേലെ എന്ത് വരാൻ സാധ്യതയുണ്ട്? മൈക്രോ ഓർഗാൻസ് ഒക്കെ വന്നിട്ട് അവിടെ പഴുപ്പൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് അവിടെ വളരുന്ന ഈ മൈക്രോ ഓർഗാനിസംസൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കൽസിനെ പറഞ്ഞ പേരാണ് ആൻറ്റിസെപ്റ്റിക്സ് എന്നാണ് പറയുക. ദേ ആർ ഐദർ കിൽ ഓർ പ്രിവെൻറ്റ് ദി ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം ആൻഡ് ആർ നോട്ട് ഹാംഫുൾ ടു ഹ്യൂമൻ ടിഷ്യൂ. അത് നമ്മൾ ശരീരത്തിലേക്ക് വെക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഹ്യൂമൻ ടിഷ്യൂനെ കൊല്ലുമെന്നില്ല, പക്ഷെ മൈക്രോ ഓർഗാനിസിനെ കൊല്ലുന്ന ചില കെമിക്കൽസാണ് ആൻറ്റിസെപ്റ്റിക്. ദേ ആർ അപ്ലൈഡ് അറ്റ് വൂൺസ്, കട്ട്സ്, അൾസേഴ്സ് എക്സെട്ര. ഈ എക്സാമ്പിൾ ആരാന്നറിയോ? നമ്മൾ ഏറ്റവും അധികം എനിക്കൊന്ന് ലോകത്ത് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ആൻറ്റിസെപ്റ്റിക് ആണ് ഡെറ്റോൾ. അത് ശരിക്കും ക്ലോറോസൈലിനോളും ടെർപ്പിനോളിൻ്റെയും മിക്സ്ചറാണ് ഡെറ്റോള്. ബിത്യോനാൽ ഇത് പറഞ്ഞ ഈ കെമിക്കൽസാണ് പലപ്പോഴും നമ്മൾ സോപ്പിൽ ആഡ് ചെയ്യുന്നത്. സോപ്പും ഒരു ആൻറ്റിസെപ്റ്റിക് സ്വഭാവം കാണിക്കണ്ടേ? കാരണം സോപ്പ് നമ്മൾ സോപ്പ് തേച്ച് കുളിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഇത്ര തന്നെയാണ്. നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും മൈക്രോ ഓർഗാൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചത്തുപോകണം. പിന്നെ ടിങ്ചർ ഓഫ് അയഡിന്, ബോറിക് ആസിഡ്. ഈ ബോറിക് ആസിഡൊക്കെ ഐലോഷനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് കണ്ണൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐലോഷൻസ് ആയിട്ട് ബോറിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ സർജിക്കൽ ഇൻസ്ട്രുമെൻസും ഫ്ലോറും ടോയ്ലറ്റ്സും ഒക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടി അവിടെയൊക്കെ മൈക്രോ ഓർഗാനിസം വരാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പം കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിച്ചാൽ മാത്രമേ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവന്മാരെ ശുദ്ധീകരിക്കാൻ പറ്റും. അപ്പം ഇവന്മാർ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുഴപ്പം എന്തെന്നാ, നമ്മുടെ ബോഡിയിലെ സെൽസിനൊക്കെ അത് നാശം ഉണ്ടാക്കും. അപ്പം ദീസ് ആർ ദി കെമിക്കൽസ് യൂസ്ഡ് ടു കിൽ മൈക്രോ ഓർഗാനിസം. നേരത്തെ പറഞ്ഞത് ആൻറ്റിസെപ്റ്റിക്കും കിൽ മൈക്രോ ഓർഗാനിസം തന്നെയാണ്. അവിടെ നോട്ട് ഹാംഫുൾ ടു ഹ്യൂമൻ ടിഷ്യൂസ് എന്നല്ലേ പറഞ്ഞേ, പക്ഷേ ഇത് ആർ ഹാംഫുൾ ടു ഹ്യൂമൻ ടിഷ്യൂവിന് ഹാംഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ദേ ആർ യൂസ്ഡ് ടു ക്ലീൻ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഫ്ലോസ്, ടോയ്ലറ്റ്സ് എക്സെട്ര. എക്സാമ്പിൾ ബ്ലീച്ചിങ് പൗഡർ, ഓസോണ്, ക്ലോറിൻ എക്സെട്ര. ഓക്കെ. ചില ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ പൊടി മണക്കണമെന്നില്ല, പൊടിയെപ്പറ്റി സംസാരിച്ചാൽ തന്നെ തുമ്മാൻ തുടങ്ങുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമ്മളെ ബോഡിയിൽ പിന്നെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്ത് വസ്തു നമ്മളെ ബോഡിയിലേക്ക് എത്തിക്കഴിഞ്ഞാലും അതിനെതിരെ ബോഡി പ്രതികരിക്കും ബൈ പ്രൊഡ്യൂസിങ് ഹിസ്റ്റമിൻസ് ആണ്. ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കെതിരെ പ്രതിരോധിക്കുക.
അപ്പോൾ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ ഉപദ്രവമുള്ളതോ അല്ല ഉപദ്രവമല്ലാത്തതോ ആയിട്ടുള്ള ഏത് വസ്തു നമ്മളെ ബോഡിയിലേക്ക് എത്തുമ്പോഴും പ്രതികരിക്കാൻ തുടങ്ങും. അതിനെ പറയുക ഓവറായിട്ട് അതിനെ പ്രതികരിക്കുക. അപ്പോൾ ഓവറായിട്ട് പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അലർജി പ്രശ്നമുണ്ടാകും. ചിലർക്ക് തുമ്മലുണ്ടാവും, ചിലർക്ക് ശരീരത്തിൽ മൊത്തം ഇങ്ങനെ തടിച്ച് പൊങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ ചില പാടുകളൊക്കെ വരുന്നുണ്ടാവും. പലതരത്തിലും നമ്മളെ ബോഡി പ്രതികരിക്കുന്നുണ്ട്. ഓവർ പ്രതികരണമാണ്. അങ്ങനെ ആകുമ്പോൾ ഈ ഓവർ പ്രതികരണത്തിന് കാരണം ഹിസ്റ്റമിൻ്റെ പ്രൊഡക്ഷനാണ്. അപ്പോൾ ആ ഹിസ്റ്റമിൻ്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അലർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്ന് തന്നെ പറയാം. അത് നമ്മൾ പറയുക ആൻറ്റി ഹിസ്റ്റമിൻസ് എന്നാണ് പറയുക കേട്ടോ. ദീസ് ആർ ദി ഡ്രഗ്സ് വിച്ച് ആർ യൂസ്ഡ് ടു കൺട്രോൾ അലർജിക് എഫക്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഹിസ്റ്റമിൻസ്. ഇറ്റ് ഈസ് എ കെമിക്കൽ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ബോഡി ടു പ്രിവെൻറ്റ് ദി ഇൻവേർട്ടിംഗ് എഫക്ട്. അതായത് ഹിസ്റ്റമിൻ എന്ന് വെച്ചാൽ ഒരു കെമിക്കലാണ്, പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കെതിരെ പ്രതികരിക്കുന്ന ഒരു കെമിക്കലാണ് ഹിസ്റ്റമിൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഫെനിറാമിൻസ്, ക്ലോറാംഫെനിറാമിൻസ്, ബ്രോമോഫെനിറാമിൻസ് പോലത്തെ കെമിക്കൽസാണ് ആൻറ്റി ഹിസ്റ്റമിൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പലതും സ്റ്റിറോയിഡ്സുകളാണ്. ഇതിൻ്റെ കുഴപ്പം ഇതാണ്, നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അലർജിക്ക് ഡോക്ടേഴ്സൊക്കെ പറയുന്ന കാര്യം, കുറേ ദിവസം കഴിയുമ്പോൾ ഈ നമ്മുടെ ബോഡിക്ക് മനസ്സിലാവില്ല നമുക്ക് ഉപദ്രവം ഉള്ളതാണോ ഉപദ്രവമില്ലാത്ത ഇൻവേർഡേഴ്സാണോ വരുന്നുള്ള ബോഡിക്ക് ആദ്യമൊന്നും മനസ്സിലാവില്ല. പിന്നെ ബോഡിക്ക് മനസ്സിലായിക്കോളും ഇവൻ പാവമാണ്, ഇവൻ വന്നോട്ടെ എന്ന് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ബോഡി കാര്യമായിട്ട് ഹിസ്റ്റമിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യില്ല. കാലക്രമത്തിൽ ഈ അലർജിക് പ്രശ്നങ്ങൾ മാറുമെന്നാണ് പല ഡോക്ടേഴ്സും പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ദിസ് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുന്ന മെഡിസിൻസ് എടുക്കുന്നതിനേക്കാൾ നല്ലത്. പിന്നെ ഇപ്പോഴത്തെ ഒരു തലമുറയുടെ പ്രശ്നമാണ് സ്ട്രെസ്സ്, ഫിയർ, ടെൻഷന്, പിന്നെ മൈൽഡായിട്ടുള്ള മെൻ്റൽ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടല്ലേ. അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, എല്ലാവരും മത്സരിച്ചോടുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെ മെൻ്റൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിന് പറഞ്ഞ പേരാണ് വി കോൾഡ് ആസ് ട്രാൻക്വിലൈസേഴ്സ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്ട്രെസ്, ഫിയർ, ടെൻഷൻ, മൈൽഡ് ഓർ സിവിയർ മെൻ്റൽ ഡിസ്റ്റർബൻസസ്. എക്സാമ്പിൾ അൽപ്രാസോളം, ലൊറാസെപ്പാം, ക്ലോറോപ്രൊമാസിൻ. അറ്റ്ലീസ്റ്റ് ഒരു 1-2 എക്സാമ്പിൾസ് എങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കണം എക്സാമിന് വേണ്ടിയിട്ട്. പിന്നതാണ് ആൻറ്റി ഡിപ്രസൻസ് ആണ്. ദീസ് ആർ യൂസ്ഡ് ടു റിലീവ് ദി സിംറ്റം ഓഫ് ഡിപ്രഷൻ, ഭയങ്കര നിരാശാബോധം, ആങ്സൈറ്റി ഡിസോർഡർ, ഭയങ്കരമായിട്ടുള്ള ഉത്കണ്ഠയുള്ള സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ. എന്താ സോഷ്യൽ ആങ്സൈറ്റി മീൻസ് പിന്നെ സൊസൈറ്റിയിൽ ഇറങ്ങുന്നതിൽ ഭയങ്കരമായ ചമ്മലും കാര്യങ്ങളൊക്കെ. സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ, ചില ആൾക്കാർ ചില സമയങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ചില സമയങ്ങളിലുള്ള പ്രശ്നങ്ങൾ. They will produce certain chemicals known as neurotransmitters like serotonin and noradrenaline. അതായത് ചില ആൾക്കാർക്ക് ചില സമയങ്ങളിൽ മൂഡ് ഓഫ് ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ ഈ മൂഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില മരുന്നുകളാണ് ഇവന്മാരൊക്കെ. സെറാട്ടോനിൻ, പിന്നെ സിറ്റാലോപ്രാം എന്ന് പറയുന്നൊക്കെ മെഡിസിൻസൊക്കെ. ഇവന്മാർ എന്ത് ചെയ്യുന്നറിയാം, സെറോട്ടോണിനോ അല്ലെങ്കിൽ നോർ ആഡ്രിനാലിൻ പോലത്തെ ചില കെമിക്കൽസുകൾ നമ്മളെ ബോഡിയിൽ കൂടുതലായിട്ട് സിന്തസൈസ് ചെയ്യാൻ സഹായിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മൾ വളരെ എനർജറ്റിക് ആയിട്ട് മാറുന്നൊരവസ്ഥ ഉണ്ടാകും. അതിൻ്റെ പേരാണ് ജനറലി പറഞ്ഞ പേരാണ് ആൻറ്റി ഡിപ്രസൻ. ഡിപ്രഷൻ കുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിൻസ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. പിന്നെ അടുത്തൊരു അവസാനത്തെ ടൈപ്പ് ഓഫ് മെഡിസിൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സൈക്കഡലിക് ഡ്രഗ്സ് എന്നാ പറയാം. ദീസ് ആർ ഹാലൂസിനോജനിക് ഡ്രഗ്സ് ആൻഡ് ദേ വിൽ പ്രൊഡ്യൂസ് നോൺ ഓർഡിനറി സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്. അതായത് നമ്മൾ സാധാരണയായിട്ട് ഈ ഹിപ്നോട്ടിസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൈൻഡ് റീഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ചില മെഡിസിൻസ് അപ്ലൈ ചെയ്യും. അത്തരം മെഡിസിൻസിനാണ് പറയുക വി കോൾഡ് ആസ് സൈക്കഡലിക് ഡ്രഗ്സ് എന്നാണ് പറയാം. പക്ഷേ ഇത് പലപ്പോഴായിട്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ LSD ഒക്കെ, പിന്നെ സിലോസൈബിൻ, DMT പോലത്തെ ചില മരുന്നുകളൊക്കെ ഉണ്ട്. അത് ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ ലഹരിയായിട്ട് പലപ്പോഴായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരവസ്ഥ ഇത് സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മെഡിസിൻസിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ടേംസ് പറയാം, നിങ്ങളുടെ സിലബസിലുള്ളതാണ്. ഫാർമസി നമുക്കറിയാം അല്ലേ, നമ്മൾ മരുന്ന് വാങ്ങുന്ന സ്ഥലത്തിൻ്റെ പേരല്ലേ നമ്മൾ മെഡിക്കൽ ഷോപ്പ് എന്ന് പറയാം. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഡിസ്പെൻസറി ഉണ്ടാവും, അവിടെ നിന്നൊക്കെയാണ് മരുന്ന് വാങ്ങിക്കുന്നത്. അപ്പം മരുന്ന് വാങ്ങിക്കൽ മാത്രമല്ല, മരുന്ന് നിർമ്മിക്കുന്ന, മരുന്ന് വിൽക്കുന്ന ഷോപ്പുകളെ മൊത്തത്തിൽ പറഞ്ഞ പേരാണ് വി കോൾഡ് ആസ് ഫാർമസി. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടേമാണ് ഫാർമക്കോളജി. ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് ഡ്രഗ്സ് ആൻഡ് ദെയർ ആക്ഷൻ ഓൺ ദി ലിവിങ് സിസ്റ്റം. അതായത് മരുന്നിനെ പറ്റി പഠിക്കുക, അതേപോലെ തന്നെ ആ മരുന്നുകൾ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്നതിനെ പറ്റി പഠിക്കുന്നതാണ് ഫാർമക്കോളജി. അതായത് ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ചിലപ്പം പഠിച്ചിട്ടുണ്ടാകും കീ ആൻഡ് ലോക്ക്
മെക്കാനിസമാണ് പലപ്പോഴും പല മെഡിസിൻസിൻ്റെ കേസിലും വർക്കൗട്ട് ആവുന്നത്. അപ്പം ഒരു ടാർജറ്റ് മോളിക്യൂൾസ് ഉണ്ടാവും, ഒരു മെഡിസിൻ മോളിക്യൂൾസ് ഉണ്ടാവും. ഈ മെഡിസിൻ ടാർജറ്റ് മോളിക്യൂളിന് വളരെ സ്യൂട്ടാക്കി മാറ്റണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മെഡിസിൻ ഒരു പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചർ വേണം. അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഫാക്ടേഴ്സ് മീൻസ് നമ്മൾ പറഞ്ഞ ഇൻഡക്റ്റീവ് എഫക്റ്റ്, റെസൊണൻസ് എഫക്റ്റ് പോലത്തെ എഫക്റ്റുകളൊക്കെ ഉണ്ട്. ആ എഫക്റ്റുകളും ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഡ്രഗിൻ്റെ സ്വഭാവത്തിനെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ ഫാർമക്കോഫോർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ബയോളജിക്കൽ സ്ട്രക്ചർ ആൻഡ് ഇലക്ട്രോണിക് ഫാക്ടർ ഓഫ് ദി ഡ്രഗ് മോളിക്യൂൾ സോ ദാറ്റ് ഇറ്റ് വിൽ ഹെൽപ്പ് ടു എൻഷുർ ദി ഒപ്റ്റിമം ഇൻട്രാക്ഷൻ വിത്ത് ദി ടാർജറ്റ് മോളിക്യൂൾ. ആ ടാർജറ്റ് മോളിക്യൂളായിട്ട് നമ്മളെ മരുന്ന് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മെഡിസിൻ ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടാക്കാം. അപ്പോൾ ഈ സ്ട്രക്ചറിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ഒരു ഭാഗമാണ് ഫാർമക്കോഫോർ എന്നാണ് പറയുക. ഓക്കെ, ഇനി മറ്റൊന്നാണ് ഫാർമക്കോഗ്നോസി എന്ന് പറയുന്ന സംഭവം. അതായത് നമുക്കറിയാം നമ്മുടെ പല മെഡിസിൻസുകളും ആർട്ടിഫിഷ്യൽ നമ്മൾ ലബോറട്ടറിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിലും കുറേ മെഡിസിനുകൾ നമ്മുടെ പ്രകൃതിയിൽ തന്നെ കാണപ്പെടുന്നുണ്ട്, പ്രകൃതിയിൽ പല പ്ലാന്റ്സിലും കാണപ്പെടുന്നുണ്ട്. അപ്പം ഇറ്റ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽ വിത്ത് ദി മെഡിസിനൽ ഡ്രഗ്സ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് അതർ നാച്ചുറൽ തിങ്സ്. പ്രകൃതിയാൽ ലഭിക്കുന്ന മരുന്നുകളെ പറ്റിയിട്ടുള്ള പഠനമാണ് വി കോൾ ഇറ്റ് ആസ് ഫാർമക്കോഗ്നോസി എന്ന് പറയുന്ന ബ്രാഞ്ചിൽ പഠിക്കുക. ഓക്കെ, ഇനി അടുത്തത് ഫാർമക്കോ ഡൈനാമിക്സ് ആണ്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് എഫക്റ്റ് ഓഫ് ഡ്രഗ്സ് ആൻഡ് മെക്കാനിസം ഓഫ് ദെയർ ആക്ഷൻ. ഒരു മരുന്ന് നമ്മളെ ബോഡിയിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതിനെ പറ്റി പഠിക്കുക, അതിൻ്റെ മെക്കാനിസം പഠിക്കുക. ഇതൊക്കെയാണ് ഈ ഫാർമക്കോ ഡൈനാമിക്സ് എന്ന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇനി അവസാനമായിട്ട് നമ്മൾ മെഡിസിൻസ് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ പറയുന്ന ഒരു ടേമാണ് ഫാർമക്കോ കൈനറ്റിക്സ്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ഡ്രഗ്സ് വിത്തിൻ ദ ബോഡി. ഞാൻ കഴിഞ്ഞ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മരുന്ന് കഴിച്ചാൽ ആദ്യം വയറ്റിലെത്തുന്നു, വയറ്റിൽ നിന്ന് ബ്ലഡ് സ്ട്രീമിലേക്ക് വരുന്നു, ആ ബ്ലഡ് സ്ട്രീമിൽ കൂടി മൂവ് ചെയ്തിട്ട് എവിടെയാണോ ഈ മരുന്നിൻ്റെ ആവശ്യകതയുള്ള സ്ഥലം അവിടെ ആ മരുന്ന് എത്തുന്നു. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് മൊത്തത്തിലുള്ളൊരു പഠനമാണ് ഫാർമക്കോ കൈനറ്റിക്സ്. ഇത്രയാണ് നമ്മുടെ ഓപ്പൺ കോഴ്സ് വിദ്യാർത്ഥികളുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് മെഡിസിനിൽ പഠിക്കേണ്ട കാര്യം. ഓക്കെ, താങ്ക് യു.